വി എസ് അച്യുതാനന്ദനെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കി പാലോളി മുഹമ്മദ് കുട്ടി, വൈക്കം വിശ്വൻ, എ.കെ. ബാലൻ, എം.എം. മണി, കെ.ജെ. തോമസ്, പി. കരുണാകരൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരും പ്രത്യേക ക്ഷണിതാക്കളാണ്. ആർ. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, നേരത്തെ തന്നെ ഇതിൽ സൂചനകളുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നതാണ്. അദ്ദേഹം മുൻപും ക്ഷണിതാവായിരുന്നു. പാർട്ടി കോൺഗ്രസിന് ശേഷമാകും കൃത്യമായ പട്ടിക പുറത്തുവരിക എന്നത് അറിയാമായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുജ, ഇന്ന് ചേർന്ന CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് പുതിയ ക്ഷണിതാക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത്. നേരത്തെ അനുജ സൂചിപ്പിച്ചപ്പോൾ തന്നെ കൊല്ലം സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനെ ക്ഷണിതാവ് പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിനെപ്പറ്റി അന്ന് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പാർട്ടി കോൺഗ്രസിന് ശേഷം അക്കാര്യത്തിൽ പൊതുവിൽ തീരുമാനമുണ്ടാകും എന്ന കാര്യം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ചാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് പുതിയ പ്രത്യേക ക്ഷണിതാക്കളുടെ പട്ടിക തയ്യാറാക്കിയത്. ഇതിൽ 2 പേർ മാത്രമാണ് പുതുതായി ക്ഷണിതാക്കളുടെ പട്ടികയിലേക്ക് കടന്നെത്തിയത്. അത് ഈ സമ്മേളനത്തിൽ 75 വയസ്സ് പ്രായപരിധിയിൽ നേതൃസമിതികളിൽ നിന്ന് ഒഴിവായ എ.കെ. ബാലനും ആനാവൂർ നാഗപ്പനുമാണ്. ബാക്കിയുള്ള വി എസ് അച്യുതാനന്ദനും പാലോളി മുഹമ്മദ് കുട്ടിയും കെ.ജെ. തോമസും പി. കരുണാകരനും എം.എം. മണിയും അടക്കമുള്ളവർ കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രായപരിധിയിൽ ഒഴിവായവരാണ്. എങ്കിലും അവരുടെ മുതിർന്ന നേതാക്കളുടെ നിലയിലുള്ള സംഭാവനകൾ പരിഗണിച്ച് അവരെ ഇപ്പോഴും സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി നിലനിർത്തിയിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജ് മാത്രമാണ് 89 അംഗ സംസ്ഥാന സമിതിയിലെ സ്ഥിരം ക്ഷണിതാവ്. മന്ത്രി എന്ന നിലയിലാണ് വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന സമിതി സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സംഘടനാ ചുമതലകളും ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. ഡിവൈഎഫ്ഐയുടെ ചുമതല പുതിയ സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളത്തു നിന്നുള്ള CN മോഹനാണ്. SFIയുടെ ചുമതല MV ജയരാജനാണ്. പാർട്ടി സെൻട്രലിലും MV ജയരാജൻ അടക്കമുള്ള നേതാക്കളുണ്ട്. വി എസ് അച്യുതാനന്ദനെ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കി.